പത്രോസിനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിനവന് ശക്തമായ തിരുത്തലുകളുടെ ആവശ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവനെ തന്നെ നശിപ്പിച്ചേനെ. ആ പദ്ധതികൾ ദൈവത്തിന് നിറവേറ്റാൻ കഴിഞ്ഞു. യൂദാ ഇസ്കറിയാത്തോവിന് വേണ്ടി ദൈവത്തിന് ഇതുപോലുള്ള വലിയ പദ്ധതികളുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു, ലേഖനങ്ങൾ എഴുതുക അവനെ സംബന്ധിച്ചുള്ള ആ പദ്ധതിയിലൊന്നായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആ പദ്ധതികളൊക്കെ അവൻ്റെ ജീവിതത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. കാരണം തിരുത്തൽ സ്വീകരിക്കാൻ അവൻ തയ്യാറായില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, യൂദായെ നീ അതെല്ലാം നഷ്ടപ്പെടുത്തി. ലേഖനങ്ങൾ എഴുതാനായിട്ട് ഞാൻ മറ്റൊരാളെ കണ്ടെത്തും. അങ്ങനെ പൗലോസിനെ തിരഞ്ഞെടുക്കുന്നു. പൗലോസിനാണ് ശുശ്രൂഷ ലഭിച്ചത്. ഒരുപക്ഷെ യൂദ ചെയ്യേണ്ട ശുശ്രൂഷ. താഴ്മയോടും നുറുക്കത്തോടും കൂടെ തിരുത്തൽ സ്വീകരിക്കാൻ പഠിക്കുക. എന്നിട്ട് കർത്താവിനോട് കർത്താവ്, ഇതാണ് നിത്യജീവൻ്റെ മൊഴികൾ. കൊരിന്ത്യയിലുള്ള ചിലരെ പൗലോസ് എത്ര ശക്തമായിട്ടാണ് തിരുത്തിയത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം. കൊരിന്ത്യയിൽ പാപം ചെയ്ത ചിലരോട് പൗലോസ് പറയുകയാണ്. 1 കൊരിന്ത്യർ 5:5. എൻ്റെ തീരുമാനം ഇതാണ്: പൗലോസ് കൊരിന്ത്യയിലെ ഒരു മൂപ്പനല്ല. കൊരിന്ത്യയിൽ വേറെ മൂപ്പന്മാരുണ്ട്. എന്നാൽ പൗലോസ് ഒരു അപ്പോസ്തലനാണ്. അവനാണ് കൊരിന്ത്യയിലെ ആ സഭ സ്ഥാപിച്ചത്. അതുകൊണ്ട് ആ മൂപ്പന്മാരുടെ മേൽ അവന് അധികാരമുണ്ട്. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ വിധിച്ചിരിക്കുന്നു. ഈ കാര്യം മൂപ്പന്മാരെ എനിക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കർക്കശക്കാരല്ല. ആ മനുഷ്യനെ സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഓ, ഇത് യേശുവാണോ പറയുന്നത്? അവനെ സാത്താൻ ഏൽപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അവൻ്റെ ജഡസംഹാരത്തിനായിട്ട്. അങ്ങനെ അവൻ രോഗിയാകും. അങ്ങനെ അവൻ്റെ ജഡസംഹാരം നടക്കും. അവനൊരു രോഗിയാകുമ്പോൾ അത് അവനെ ഉണർത്താനിടയാകും. അങ്ങനെ അവൻ മാനസാന്തരപ്പെടും. അങ്ങനെ അവൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടണം. അതാണ് പൗലോസിൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് അവൻ ഇത്ര കർക്കശമായിട്ട് തിരുത്തുന്നത്? അങ്ങനെ കർത്താവിൻ്റെ നാളിൽ അവൻ രക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടാണ്. ഇവൻ നരകത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി പിശാച് അവനെ രോഗിയാക്കുന്നതാണ്. മത്സരികളായ മക്കളുള്ള മാതാപിതാക്കളോട് ഞാൻ ചിലപ്പം പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിൽ കൂടെ മറ്റോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു കാൽ ഒടിഞ്ഞു പോകാനായിട്ട്. അങ്ങനെ അവർ ഉണരട്ടെ. ഓ സാക് ബ്രദറെ, അങ്ങനെയൊന്നും സംഭവിക്കരുതേ. ഓക്കെ, 2 ശക്തമായ കാലുള്ളവരായി അവർ നരകത്തിലേക്ക് പോകട്ടോ. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ ഏതെങ്കിലും മക്കൾ നാശത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടാൽ ഞാൻ പറയും, കർത്താവേ അവരെ കൊല്ലരുത്. ഒരു റോഡപകടം, അവരുടെ കാലൊടിയിട്ട് എന്തെങ്കിലും അവരെ ഉണർത്തണേ. അതാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. അനേകം മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ല. വാത്സല്യം, മനഃശാസ്ത്രം. നിങ്ങളുടെ വാത്സല്യം കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നരകത്തിലേക്കാണ് വിടുന്നത്. വചനം പറയുന്ന അവൻ്റെ കരച്ചിൽ കണ്ട് അവനെ വെറുതെ വിടരുത്. നരകത്തിൽ നിന്ന് അവൻ്റെ പ്രാണനെ രക്ഷിക്കുക. അങ്ങനെയായിരുന്നു പൗലോസ്. അവൻ്റെ ജഡസംഹാരത്തിനായിട്ട് അവനെ സാത്താനെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ രോഗിയാകുമ്പോൾ അവൻ ഉണർവുള്ളവനാവും. അങ്ങനെ അന്ത്യനാളിൽ അവൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടാനിടയാവും. നിങ്ങൾക്കറിയാമോ, അങ്ങനെ സംഭവിച്ചു. അവനെ പുറത്താക്കുക. നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. ആ ദുഷ്ടമനുഷ്യനെ, ഒരു വിശ്വാസിയെ ദുഷ്ടനെന്നാണ് വിളിക്കുന്നത്. നിങ്ങളെന്ത് ചിന്തിക്കുന്നു? ഒരപ്പസ്തോലൻ പറയാണ്, ആ ദുഷ്ടനെ, ആ ദുഷ്ട സഹോദരനെ പുറത്താക്കുക. അത് ക്രിസ്തുതുല്യതയാണെന്ന് നിങ്ങൾ ചിന്തിക്കുമോ? മനഃശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്ന മൂപ്പന്മാരെക്കാൾ അവൻ ക്രിസ്തുതുല്യൻ തന്നെയായിരുന്നു. കാരണം 2-ാം ലേഖനത്തിൽ അതിൻ്റെ ഫലം നിങ്ങൾ കാണുന്നുണ്ട്. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനത്തിൽ അവൻ പറയുന്നു, 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവന് 6-ാം വാക്യം, ഭൂരിപക്ഷത്താലുള്ള ഈ ശിക്ഷ മതി, അവനോട് ക്ഷമിക്കുക. 7-ാം വാക്യത്തിലാണ്, ഇനിയും അവനെ ആശ്വസിപ്പിക്കുക. നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പീൻ. അവനെ കൂട്ടായ്മയിലേക്ക് മടക്കി കൊണ്ടുവരിക. ഈ മനുഷ്യനോടുള്ളവൻ്റെ സ്നേഹം കണ്ടോ? അവൻ്റെ എല്ലാ തിരുത്തലിൻ്റെ ഉദ്ദേശം ആത്യന്തികമായിട്ട് അവനെ മടക്കി കൊണ്ടുവരാനാണ്. അങ്ങനെ സഭയിൽ മഹത്വപൂർണനായ ഒരു സഹോദരനാക്കാൻ വേണ്ടിയാണ്. എല്ലാ തിരുത്തലിൻ്റെ ഉദ്ദേശം അതാണ്. ഒരു നല്ല ആത്മാവിൽ തിരുത്തലിനെ സ്വീകരിക്കാൻ നമുക്ക് പഠിക്കാം.
കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു സന്തുലിതമല്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് തിരുത്തൽ സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ തിരുത്തൽ നാം സ്വീകരിക്കുമായിരിക്കും, എന്നാൽ നിത്യജീവൻ്റെ മൊഴികളായിട്ടല്ല. മൂപ്പന്മാരെ, നിങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ ശരിയായ നിലയിൽ അവരെ സ്നേഹിക്കുന്നുണ്ടോ? അവരെ തിരുത്താൻ തക്കവണ്ണം കോപത്തോടെ നിങ്ങൾ അവരെ തിരുത്തരുത്. ദയവായിട്ട് കോപിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുക. ഒരിക്കലും കോപമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വായു തുറക്കരുത്. കോപത്തോടെ മീറ്റിങ്ങിൽ പോലും സംസാരിക്കരുത്. ഒരു സഹോദരനോട് നീ കോപിക്കുന്നെങ്കിൽ അവനെ തിരുത്താൻ നിങ്ങൾ യോഗ്യനല്ല. ഒരു സഹോദരിയോട് നിങ്ങൾക്ക് കോപമുണ്ടെങ്കിൽ നിങ്ങൾ അവളെ തിരുത്താൻ യോഗ്യനല്ല. നീ സ്നേഹിക്കുന്നവരെ മാത്രമേ നിനക്ക് തിരുത്താൻ കഴിയൂ. യേശു പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കുന്നു. എനിക്ക് ദേഷ്യമുള്ളവരെ ഞാൻ തിരുത്തുമെന്നല്ല. ചില മൂപ്പന്മാർക്ക് ഇതാണ് സംഭവിക്കുന്നത്. ചിലരോട് അവർ കോപിക്കുന്നു, സഭയിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നു. അത് പിശാചാണ്. നീ ഒരു അപവാദിയാണ്. കർത്താവിൻ്റെ ആത്മാവിനെ അല്ല നീ വെൻകപിക്കുന്നത്. എന്നാൽ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, അവന് വേണ്ടി ചിന്തിക്കുന്നെങ്കിൽ, അതേപ്പറ്റി ചിന്തിക്കുക, ആഴ്ചകളോളം ചിന്തിക്കുക. അതിനുശേഷം പ്രാർത്ഥനയോടെ ആ വ്യക്തിയെ തിരുത്തുക. എങ്കിലത് കർത്താവിൻ്റെ ആത്മാവിലായിരിക്കും. അങ്ങനെ അനേക ആത്മാക്കളെ നിങ്ങൾക്ക് നിത്യന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. അവരെ തിരുത്താൻ തക്കവണ്ണം നിങ്ങളവരെ സ്നേഹിക്കുന്നെങ്കിൽ. നിന്റെ സ്വന്തം മാനത്തേക്കാൾ അധികം നീ ആളുകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വളരെ താഴ്മയുള്ള സൗമ്യതയുള്ള ഒരു സഹോദരനാണെന്ന് അറിയപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇവൻ ആരെയും മുറപ്പെടുത്തുന്നവനല്ല, ആരോടും ശക്തമായിട്ടൊന്നും പറയാത്ത ഒരാൾ. സഹോദര, നീ അതാണ് അന്വേഷിക്കുന്നെങ്കിൽ പോയി ഒരു രാഷ്ട്രീയക്കാരനാകുക. ഒരു സഭയിലെ മൂപ്പനാകരുത്. കർത്താവിൻ്റെ സഭയെ മലിനപ്പെടുത്തരുത്. തെറ്റായ ഒരു മേഖലയിലേക്കാണ് നീ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ മേഖലയിലേക്കായിരുന്നു നീ പോകേണ്ടിയിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ സഭയിലേക്കായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ഇതുപോലെയുള്ള പൊത്തരുത്തത്തിന് ഒരിടവുമില്ല. താഴ്മയുള്ളവനെ പോലെ കാണിക്കണ്ട. തിരുത്തൽ വേണമെങ്കിൽ തിരുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം. പറയുക, കർത്താവേ, ഞാനെവിടെയാണ് അസന്തുലിതമായിരിക്കുന്നത്, അത് കാണാനായിട്ടും അത് തിരുത്താനായിട്ടും എന്നെ സഹായിക്കണേ. ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ കാലത്ത് നിങ്ങളെ തിരുത്തിയപ്പോൾ നിങ്ങൾ മുറിപ്പെട്ടു പോയത്. പിന്നെ ചില ആഴ്ചകൾ, ചില മാസങ്ങൾ മുറിപ്പെട്ട മുഖഭാവമായിട്ട് നിങ്ങൾ നടന്നതിനെ പറ്റി. ചില മാസങ്ങൾ നിങ്ങൾ യൂദാ ഇസ്കറിയാനെ പോലെ നടന്നു. അപ്പോഴും നിങ്ങൾ സഭയിൽ വന്നു. ദൈവം നിങ്ങൾക്ക് പിന്നെയും ഒരവസരം തരികയാണ്. തിരിഞ്ഞ് മാനസാന്തരപ്പെടാനായിട്ട്, നന്ദിയുള്ളവനായിരിക്കാൻ. അങ്ങനെ അന്ത്യന്യായവിധിയിൽ നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാവരെയും സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.